പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് നൈനാൻ വളപ്പിലെ ഫുട്ബോൾ ആരാധകർ. കായികമന്ത്രിയുടെ പ്രതികരണം ഔദ്യോഗികമായി വന്നില്ലെങ്കിലും പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുലിലേക്കാണ്. രാഹുൽ, ഈ ചില്ലറക്കാരനല്ല വരുന്നത്. ആരാണ് വരുന്നത്? ലയണൽ മെസ്സിയാണ്. അപ്പോൾ ആഘോഷിക്കാനുള്ള കാരണമുണ്ട്. തുടങ്ങിയോ ആഘോഷം? ഹാഷ്മി, ഈ പുലി വരുന്നേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അർജന്റീന ടീം എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഇന്നൊരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന കോഴിക്കോട് നഗരത്തിലെ തന്നെ നൈനാൻ വളപ്പിലാണ് നമ്മളുള്ളത്. ഇതിനോടകം തന്നെ ബോർഡൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് തേടാം. ചേട്ടാ, കുറെ കാലമായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് അതിനൊരു ഉത്തരം അല്പസമയത്തിനുള്ളിൽ മന്ത്രിയുടെ പ്രതികരണത്തോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് സന്തോഷമൊക്കെ? പ്രതികരണം എങ്ങനെയാണ്? ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ലോകകപ്പ് ജേതാക്കളായ അർജന്റീന കേരളത്തിൽ വരുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ അർജന്റീന ടീമിൽ മെസ്സിയും കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അതിനും വലിയ ഒരു നല്ല സന്തോഷകരമായ വാർത്ത വേറെയില്ല. ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പോട് കൂടി അർജന്റീന ഇന്ത്യയുമായി വളരെ അടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളവുമായി. അപ്പോൾ അർജന്റീനയുടെ വരവ് കാത്തുകൊണ്ട് തന്നെയാണ് ഈ മലയാളികളെല്ലാം കാത്തിരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനം മുമ്പ് വന്നപ്പോൾ തന്നെ അത് എത്രയും വേഗം സംഭവിക്കട്ടെ എന്നും, അങ്ങനെ അർജന്റീന വരികയാണെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന്, പ്രത്യേകിച്ച് കേരള ഫുട്ബോളിന് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. മത്സരം കൊച്ചിയിൽ നടക്കുന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെ, കൊച്ചിയിലേക്ക് പോകാൻ തയ്യാറല്ലേ? അത് എന്ത് പറയാനാ, അർജന്റീന ടീം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ ആവേശം കൊള്ളുന്ന നമ്മളെ കൊച്ചി ആയാലും മറ്റു നമ്മളെ കോഴിക്കോടായാലും കൊച്ചിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ദിവസം മുന്നേ തന്നെ നമ്മളവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് മെസ്സിയും ടീമും കൂട്ടരും വരുമ്പോൾ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ നൈനാമ്പളപ്പിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ തന്നെ കൊച്ചിയിലേക്ക് പോകും. നമ്മുടെ കൂടെ ഒരു ബ്രസീൽ ഫാൻ ചെയ്യുന്നുണ്ട്. കാര്യം, അർജന്റീന ഇങ്ങോട്ട് വരുന്നുണ്ട്, അവരുടെ കളിയൊക്കെ മോശമാണെന്നാണ് പൊതുവെ നമ്മൾ പറയാറ്. നെയ്മർ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. എന്നാലും അവർ വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം എങ്ങനെയാ? നല്ലൊരു കാര്യമാണ് നമ്മൾ കേരളത്തിലേക്ക് അർജന്റീന ടീം വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ബ്രസീൽ ആരാധകനാണ്. ഇപ്പോൾ കളിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നത് ബ്രസീലാണ്. അത്ര അത് തന്നെയാണ്, സമ്മിശ്രമായ ഒരു പ്രതികരണമാണ്. പക്ഷേ ടീം ഏതാണെങ്കിലും അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നതിൽ ഇവരെല്ലാവരും സന്തോഷമാണ്. ഔദ്യോഗികമായ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നൈനാൻ വളപ്പിലെ ഫുട്ബോൾ ആരാധകർ. ഹാഷ്മി, ഓക്കേ. അപ്പോൾ ഇതാ നൈനാൻ വളപ്പ് നമുക്കറിയാം. അവിടെ മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ കൂറ്റൻ കട്ടൗട്ടൊക്കെ വരുന്ന സ്ഥലമാണ്. അത് ഫിഫയുടെ ട്വിറ്റർ ഹാൻഡിലൊക്കെ ഇടം പിടിച്ച, ലോകം ശ്രദ്ധിച്ച സ്ഥലം കൂടിയാണ് നൈനാൻ വളപ്പ്. സ്വാഭാവികമായിട്ടും അവർക്ക് മെസ്സി എത്തുന്നു എന്നുള്ളത് അവരുടെ ആഘോഷങ്ങളുടെ അതിരുകളെ ആകാശത്തോളം ഉയർത്തുകയാണ്.